ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശയജ്ഞത്തിന്റെ 370 ഭാഗത്തേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദാണ്. നമുക്ക് വേണ്ടി വായിക്കാനും അനുഭവം പറയാനും പോകുന്നത് ശ്രീമതി മീന, തമിഴ്നാട്ടിലെ കൃഷ്ണനഗറിൽ നിന്നാണ്. മീന, സ്വാഗതം. 3 പ്രാവശ്യം ഓങ്കാരവും 3 പ്രാവശ്യം സായി ഗായത്രിയും പറഞ്ഞുകൊണ്ട് കുറച്ചു നേരം വായിക്കുക. ഒരു 10 മിനിറ്റ് ഞാൻ വായിക്കുക, ബാക്കി സമയം ഒരു 15 മിനിറ്റ് വരെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ഒരു വീഡിയോ, പിന്നെ ഭജന. സായിരാം. താങ്ക് യു. സായിരാം, തുടങ്ങിക്കോളൂ. സായിരാം. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റിയ നന്നായിരുന്നു കേട്ടോ. സായിരാം. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. എല്ലാവർക്കും സായിരാം. ഞാൻ സത്യസായി വാണിയിലെ 9ാം ഭാഗമാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. കൃത്യമായ പ്രാർത്ഥന ശക്തിയും ധൈര്യവും പകരും. നിത്യേന 2 നേരത്തെ കൃത്യമായ പ്രാർത്ഥന രോഗത്തെ അതിജീവിക്കുവാനുള്ള ശക്തിയും ധൈര്യവും പ്രദാനം ചെയ്യും. ഈശ്വര കൃപ മാനസിക ശാന്തി നൽകും. അതുകൊണ്ട് മനസ്സിന് നല്ല ഉറക്കവും വിശ്രമവും കിട്ടും. 100% ഈശ്വരനിൽ ആശ്രിതനാകണം. അവിടുന്ന് നിങ്ങളെ അപകടങ്ങളിൽ നിന്നും ക്ഷതങ്ങളിൽ നിന്നും കാത്തു രക്ഷിച്ചുകൊള്ളും. ഉറങ്ങാൻ പോകുമ്പോൾ ആ ദിവസം നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിയതിനും നിങ്ങളെ സംരക്ഷിച്ചതിനും ഈശ്വരന് നന്ദി നിറഞ്ഞ പ്രണാമങ്ങൾ അർപ്പിക്കുക. നിങ്ങളുടെ സ്നേഹിതൻ ഒരു സിഗരറ്റ് തരുമ്പോൾ ഉടൻ നിങ്ങൾ നന്ദി പറയുന്നു എങ്കിൽ സദാസമയവും നിങ്ങളെ സൂക്ഷിക്കുകയും ആപത്തുകളിൽ നിന്നും പരിരക്ഷിക്കുകയും ചെയ്യുന്ന ഈശ്വരനോട് എത്രയോ അധികം നന്ദി നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളും ഈശ്വരാർപ്പിതമായിരിക്കണം. ഈശ്വരൻ എന്ന നന്മ സ്വരൂപത്തിന്. അപ്പോൾ അത് ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകും. ദേഹം ഒരു രഥമാണ്. അതിൽ ഈശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഒരു ഘോഷയാത്രയായി രഥം നീങ്ങുന്നു. വഴിയിൽ രഥചലനം നിലയ്ക്കാതിരിക്കാൻ ചില കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം. ആഴ്ചയിൽ ഒരിക്കൽ ഉപവസിക്കണം. ഇത് ദേഹത്തിനും ദേശത്തിനും പ്രയോജനകരമാണ്. 1 ഡസൻ പഴവും 1/2 ഡസൻ പൂരിയും 1/4 ലിറ്റർ പാലും കഴിച്ചിട്ട് അതിന് ഉപവാസം എന്ന് പറയരുത്. വെള്ളം മാത്രം കുടിക്കുക. വയറിലെ അഴുക്കുകൾ പോകട്ടെ. പഴച്ചാറുകളോ മറ്റു പാനീയങ്ങളോ ആഗ്രഹിക്കരുത്. ശരീരം എന്ന യന്ത്രത്തിന് വിശ്രമം കൊടുക്കൂ. അവയ്ക്കെന്നും തുടർച്ചയായി പ്രവർത്തിക്കാൻ കെൽപ്പില്ല. ദേഹത്തിന് അമിത വില കൊടുക്കല്ലേ. അതിന്റെ ചാബല്യങ്ങളെ താലോലിക്കാതിരിക്കൂ. അത് കാടത്തമാണ്. പക്ഷി മൃഗാദികൾക്ക് മെച്ചപ്പെട്ട ഭക്ഷണ രീതിയാണ്. തൈരിൽ കുതിർത്ത ചോറാണ് പ്രാതലായി ആദ്യ ഭക്ഷണമായി പഴയ തലമുറക്കാർ കഴിച്ചിരുന്നത്. അത് നല്ല സാത്വിക ആഹാരമാണ്. അതല്ലെങ്കിൽ അവർ റാഗിയായിരിക്കും കഴിക്കുക. രണ്ടും തുല്യ പ്രയോജനമുള്ളവ. കന്നുകാലികൾ ആഹാര കാര്യത്തിൽ ഭേദമാണ്. നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആഹാര സമ്പ്രദായമാണ്. പനിയാണെങ്കിൽ അവ ആഹാരം നിഷേധിക്കും. മനുഷ്യനാകട്ടെ വൈദ്യോപദേശവും നിഷേധിച്ച് ഗോപ്യമായ ആഹാരം കഴിക്കും. ആഹാരം ക്രമീകരിച്ചു മാത്രമാണ് പക്ഷിമൃഗാദികൾ ആരോഗ്യം കാക്കുന്നത്. പക്ഷെ മനുഷ്യൻ ജീവിക്കുന്നത് ഗുളിക കഴിച്ചും മരുന്ന് കുത്തിവെച്ചുമാണ്. വിലക്കപ്പെട്ട ഭക്ഷണ മേഖലകളിലേക്ക് അതിക്രമിച്ചു കടക്കുന്നത് കൊണ്ടാണിത്. തിളപ്പിച്ചാറ്റിയ വെള്ളം ധാരാളമായി കുടിക്കുക. ആഹാരത്തിനിടയിലല്ല, ആഹാരത്തിന് മുൻപോ ആഹാരം കഴിഞ്ഞോ വേണം കഴിക്കാൻ. ആരോഗ്യമുള്ളയാൾക്ക് ദേഹം മറന്ന് ഈശ്വരങ്കൽ ചിന്ത സമർപ്പിച്ച് ആനന്ദം നേടുവാനാകും. മനസ്സാണ് 11ാം ഇന്ദ്രിയം.
മറ്റു 10 പോലെ തന്നെ മനസ്സിനെ ബുദ്ധിയുടെ കയ്യിൽ അനുസരണയുള്ള ഉപകരണമാക്കണം. ക്രമമായ ഇടവേളകളിൽ ആഹാരം കഴിക്കുക. അതിനൊരു സമയബന്ധിത പട്ടിക തന്നെ വേണം. ദിവസം മുഴുവൻ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകണം. ആഹാരം ദഹിക്കണം. ആഹാരത്തിന് ഇരിക്കും മുൻപ് വിശപ്പുണ്ടാകണം. ഇന്ന് പലർക്കും വിശപ്പും ദാഹവും എന്തെന്നറിഞ്ഞുകൂടാ. വിശപ്പിന്റെ വിളി ലഭിക്കൂ, അതുവരെ കാത്തിരിക്കുക. പ്രഭുക്കൾക്ക് ഇക്കാര്യത്തിൽ പോരായ്മ തന്നെയുണ്ട്. സ്ത്രീകൾക്ക് ഇന്ന് ശാരീരിക അധ്വാനം ഒരു അപമാനമാണ്. ദൗത്യ നിർവഹണത്തിന് ശേഷം സംതൃപ്തിയാണ് ശരീരപുഷ്ടിക്കുതകുന്ന ഏറ്റവും നല്ല മരുന്ന്. രോഗം അലസതയുടെ അനിവാര്യമായ പരിണിത ഫലമാണ്. ആരോഗ്യം എന്നുള്ളത് കഠിനാധ്വാനം നിറഞ്ഞ ജീവിതത്തിന്റെ അനന്തര ഫലമാണ്. ഓരോരുത്തരും സ്വന്തം കാര്യങ്ങൾ പരാശ്രയം ഒഴിവാക്കി സ്വയം ചെയ്യാൻ തുടങ്ങിയാൽ ആരോഗ്യ നിലവാരം തീർച്ചയായും മെച്ചപ്പെടും. ആശുപത്രികളിലെ ജോലി കുറഞ്ഞു വരും. ഈശ്വരനിൽ, നല്ല കാര്യങ്ങളിൽ, നല്ല ആശയങ്ങളിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തിയാൽ അത് ആരോഗ്യത്തെ സഹായിക്കും. കണ്ണും കാതും നാവും കരങ്ങളും കാലുകളും സംയമനത്തിൽ നിർത്തണം. തളർത്തുന്നതോ വൈകാരിക പ്രധാനമായ പുസ്തകങ്ങളോ വായിക്കരുത്. മനസ്സിനെ അപജയപ്പെടുത്തുന്നതോ ജ്വലിപ്പിക്കുന്നതോ ആയ സിനിമകൾ കാണരുത്. നിങ്ങളിലുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ഒരു ശരീരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ദൈവീകതയാണ് നിങ്ങൾ. സംതൃപ്തിയാണ് ശരീരപുഷ്ടിക്കുതകുന്ന ഏറ്റവും നല്ല മരുന്ന്. ദുര എന്ന രോഗത്തെ എന്തിന് സ്വയം വലിച്ചെടുക്കുന്നു? എന്നിട്ട് ശരീരബലത്തിന് ടോണിക് കടിക്കുന്നു. വീണ്ടും ദുരയുമായി നടക്കുക. ജീവിതമാകുന്ന മഹാസമുദ്രം താങ്ങുവാനുള്ള ശരീരമാകുന്ന തോണിയുടെ 2 തുഴയാണ് ഭക്തിയും ത്യാഗവും. ശരീരത്തെ ഓർത്ത് അധികം ചിന്തിക്കേണ്ട. ചിലരെപ്പോഴും ആരോഗ്യത്തെ ഓർത്ത് അസ്വസ്ഥരാണ്. ശരീരത്തിന് കൊടുക്കുന്ന ശുശ്രൂഷയിൽ അവർ സംതൃപ്തരല്ല. സൂര്യപ്രകാശത്തിൽ നിൽക്കുക. അത് ശരീരത്തിൽ കുറെ നേരം പതിക്കട്ടെ. വസ്ത്രങ്ങളും ആഹാരവും ചൂട് പിടിപ്പിക്കുകയും പ്രകാശിതമാക്കുകയും ചെയ്യട്ടെ. അവ ആരോഗ്യത്തിൽ നിറയട്ടെ. രോഗശാന്തിക്കും വിശ്വാസമാണ് പ്രധാനം. ഇവിടുത്തെ ആസ്പത്രി കാണുമ്പോൾ ചിലർ പരിഭ്രാന്തരാകുന്നു. ഇവിടെയെല്ലാം ചില മഹിമകളിൽ കൂടി വിശദീകരണ സാധ്യമല്ലാത്ത രീതിയിൽ നടത്തണമെന്നാണ് സൂചന. അതുമാത്രമല്ല, ഇവിടെ വരുന്നവര് ആരും രോഗികളാകരുത്. നിങ്ങൾ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. നിങ്ങൾ മരിക്കുമെന്ന ഭയവുമില്ല. നിങ്ങളാണ് നിങ്ങളുടെ അവസ്ഥ തീരുമാനിക്കേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും മരിച്ചേ തീരൂ. ആരും ഒരേ വസ്ത്രം വർഷങ്ങളോളം ധരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. മരണം എന്നാൽ പഴയ വസ്ത്രം ഉപേക്ഷിക്കൂ എന്ന് മാത്രമാണ് അർത്ഥം. ദൗത്യ നിർവഹണത്തിന് ശേഷം അവതാരങ്ങൾ പോലും ശരീരം കൈവടിയുമ്പോൾ എങ്ങനെ മനുഷ്യനെ ഈ അനിവാര്യ ദ്രവീകരണത്തിൽ നിന്ന് രക്ഷിക്കാം? ആസ്പത്രി ഡോക്ടർമാരിലും മരുന്നിലും വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. രോഗശാന്തിക്ക് വിശ്വാസമാണ് പ്രധാനം. അനങ്ങാൻ വയ്യാത്തവർക്ക് ഒരാലയമായി അത് വർത്തിക്കുന്നു. ചില ചികിത്സക്കായി ഇവിടെ എത്തുന്നു. ആശുപത്രിയിൽ ഉള്ളവരും പ്രണവ സങ്കീർത്തന ഭജനാദികൾ കേൾക്കുന്നു. പ്രശാന്തി നിലയത്തിലെ ഈ അന്തരീക്ഷത്തിൽ നിറയുന്ന ആത്മീയ പ്രകമ്പനത്തിൽ പ്രയോജനം നേടുന്നു. വിഭുവിനോട് അഭേദ്യമായ ഒരു ബന്ധം വളർത്തിയെടുക്കുക. വിഭു നിങ്ങളുടെ സത്തയാണ്. അവിടുന്ന് ഒരു പുഷ്പമാണെങ്കിൽ നിങ്ങൾ അതിന്റെ തേൻ നുകരാനുള്ള തേനീച്ചയാണെന്നും, അവിടുന്ന് ഒരു മരമാണെങ്കിൽ നിങ്ങൾ അതിൽ പടർന്നു കയറുന്ന ചെടിയാണെന്നും, ഒരു മലഞ്ചെരിവാണെങ്കിൽ നിങ്ങൾ അതിന്മേൽ കൂടി ഒഴുകി മറയുന്ന വെള്ളച്ചാട്ടമാണെന്നും, ആകാശമെങ്കിൽ നിങ്ങൾ മിന്നി നിൽക്കുന്ന ഒരു ചെറു നക്ഷത്രമാണെന്നും, എല്ലാത്തിനും ഉപരി നിങ്ങളും വിഭുവും പരമമായ പ്രേമത്താൽ ബന്ധിതരാണെന്നും ഓർക്കുക. ഇത് നിങ്ങൾ അതിസൂക്ഷ്മമായി കരുതുമെങ്കിൽ, പൊതുബുദ്ധിയിലല്ല സൂക്ഷ്മ ബുദ്ധിയിലായാൽ യാത്രയും ലക്ഷ്യവും ശീഘ്രമായി നേടാം. ഭഗവാൻ ശ്രീ സത്യസായി ബാബ. സായിറാം. ഇനി അനുഭവം പങ്കുവച്ചോളൂ. സായിരാം. ഭഗവാന്റെ അടുത്ത് വന്നത്. സായിരാം. എന്റെ പേര് മീന. ഞാൻ തമിഴ്നാട്ടിൽ കൃഷ്ണഗിരി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറാണ്. എനിക്ക് 2 കുട്ടികളാണ്. ഞാൻ ഭഗവാനിലേക്ക് എങ്ങനെ വന്നത് എന്ന് പറയുകയാണെങ്കിൽ, ആദ്യം ഭഗവാന്റെ തൃപ്പാദ പത്മങ്ങളിൽ 1000 കോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വളരെ തീവ്ര ഭക്തരായിരുന്നു സായില്. അങ്ങനെ ഞങ്ങളെ ചെറിയ കുട്ടിയാകുമ്പോൾ എനിക്കൊരു ഏട്ടനും ഒരു അനിയനും ആയിരുന്നു. ഞങ്ങളെ എല്ലാ ഭജനയ്ക്കും കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ ബാലവികാസ് കുട്ടികളായിട്ട് വളർന്നിട്ട് വന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ തേഴ്സ്ഡേ ഭജനയ്ക്ക് പോകും. ഇത് ഹൗസ് ഭജൻസ് ഉണ്ടാവുമ്പോൾ അതിന് കൂട്ടിക്കൊണ്ടുപോകും. എല്ലാ പ്രവർത്തനങ്ങളും വളരെ സജീവമായിരുന്നു. അങ്ങനെ വന്നു. ഞാൻ ഒരു 1985 എനിക്ക് മാരേജ് ആയി. ഒരു 18 വയസ്സ് കഴിഞ്ഞപ്പോഴേ എനിക്ക് മാരേജ് ആയി. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട് തിരൂരാണെങ്കിലും ഞങ്ങളിപ്പോ വർക്ക് ഇവിടെയാണ്. ഡോക്ടർ ഇവിടെ, ക്ലിനിക്കൊക്കെ ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് തമിഴെല്ലാം പഠിച്ചു. ഇപ്പൊ കൃഷ്ണഗിരി എന്ന സ്ഥലത്താണ്.
എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക് വലിയ സായില് വിശ്വാസമില്ല, സായി ഡിവോട്ടീസ് അല്ല. പക്ഷേ വലിയ എതിർപ്പില്ല. എന്റെ ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവാണ്, ഒന്നിനും എതിര് നിൽക്കാറില്ല. വളരെ സപ്പോർട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലും നിനക്ക് എന്താ ഇഷ്ടം നീ അത് ചെയ്തോളൂ, അത്രേ പറയാറുള്ളൂ. പക്ഷെ എന്റെ ഹസ്ബൻഡ് അച്ഛന് എനിക്ക് അതുകൊണ്ട് ഞാനിങ്ങനെ ഫുള്ള് സ്വാമിയിൽ വന്നിട്ട് എനിക്ക് ഇവിടെ വന്നപ്പോ പെട്ടെന്ന് സ്വാമിന്റെ ഫോട്ടോ പൂജാ റൂമിൽ വെക്കാനും കൂടി എനിക്ക് പറ്റിയിരുന്നില്ല. എന്നുവെച്ചാൽ അവർക്ക് അതിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ ബഹുമാനിക്കണമല്ലോ. അപ്പൊ അവർക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ ബെഡ്റൂമിൽ തന്നെ ഒരു ഷെൽഫിലാണ് ഞാൻ സ്വാമിന്റെ ഫോട്ടോസ് എല്ലാം വെച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവരെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് 2 പേര് ഡോക്ടേഴ്സാണ്, അവര് സായി ഡിവോട്ടീസ് ആണ്. അപ്പൊ അവർ എന്നോട് പറഞ്ഞു നമുക്ക് ഒരു ദിവസം പുട്ടപ്പുറത്തിൽ അന്ന് അതിരുദ്ര മഹായജ്ഞം നടക്കുന്ന സമയമായിരുന്നു. കുറെ വർഷം മുന്നേ, ഞാൻ പറയുന്ന ഒരു 90s കുറെ വർഷം മുന്നേ. അപ്പോ ആദ്യം അതിരുദ്ര മഹായജ്ഞം നടന്നല്ലോ പുട്ടപ്പുറത്തിൽ ആ സമയത്ത്. അപ്പോ ഇവിടുന്ന് ഞങ്ങൾക്ക് കൃഷ്ണഗിരിയിൽ നിന്ന് കുറച്ച് അടുത്താണ് പുട്ടപ്പുറത്ത്, ബാംഗ്ലൂർ അടുത്താണ്. ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ അധികം ദൂരമില്ല. അപ്പൊ രാവിലെ പോയി നമുക്ക് രാത്രിയൊക്കെ തിരിച്ചു വരാം, അത്രേ ഉള്ളൂ. ഒരു കാറിൽ പോവുകയാണെങ്കിൽ ഒരു 5 to 6 hours ഉള്ള ജേണിയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോവാന്ന് പറഞ്ഞു. അപ്പം എനിക്കാണെങ്കിൽ വളരെ പേടി, ഹസ്ബൻഡ് അച്ഛനോട് ചോദിക്കാൻ. അവര് സമ്മതിക്കുമെന്ന് അറിയില്ലല്ലോ. പിന്നെ ഹസ്ബൻഡിന്റെ അമ്മയാണെങ്കിൽ നേരത്തെ മരിച്ചു. അപ്പോ എനിക്ക് 94 അവര് മരിച്ചു, ഹസ്ബൻഡിന്റെ അമ്മ. അപ്പൊ എനിക്ക് ഇവരെ ഒറ്റയ്ക്കാക്കണം. അപ്പൊ ഏതായാലും പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പേടിച്ച് ഞാൻ ചോദിച്ചു. അപ്പൊ സമ്മതിച്ചു, ഓക്കെ പോയിട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ രാവിലെ പുലർച്ചയ്ക്ക് 2 മണിക്കെല്ലാം കുളിച്ച് അങ്ങനെ പോയി. അത് എല്ലാം അവര് ഹസ്ബൻഡിന്റെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ഫാമിലി. അങ്ങനെ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരു ബാംഗ്ലൂരൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ കയറിയപ്പോ എന്തോ എല്ലാവരും കുറച്ച് മയക്കത്തിലായിരുന്നു. പെട്ടെന്നൊരു ഭയങ്കരമായിട്ട് ശബ്ദം, കാറിന്റെ പിന്നിൽ എന്തോ ഒന്ന് വന്ന് ഇടിച്ചു. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് എല്ലാവരും ഉണർന്നു. അവര് 2 കാറിലാണ് പോയത്. ഞങ്ങളെ കാറിൽ ഞങ്ങളെ ഫാമിലി ആയിരുന്നു, മറ്റേ കാലം തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വേറെ കയറി പോകുമ്പോൾ എല്ലാ ലേഡീസിലും ഒന്നിലായിരുന്നു. തിരിച്ചു വരുമ്പോ വീട് എത്താനായില്ല. പക്ഷെ ഇങ്ങനെ കയറി പെട്ടെന്ന്. അപ്പൊ ഞാനും ഡ്രൈവറിന്റെ ഹസ്ബൻഡിന്റെ ഞാനും എന്റെ കുട്ടികളും ബാക്കിലിരിക്കുന്നുണ്ട്. അപ്പൊ എന്താ ഇടിച്ചത് ഒന്നും മനസ്സിലാവില്ല. ഡ്രൈവർ ശ്രദ്ധിച്ചില്ല. വണ്ടി ഇടിച്ചിട്ട് ലോറിയാണോ എന്താ അറിയില്ല, അങ്ങനെ വേറെ റോഡിൽ പോയി. ചില്ലെല്ലാം പൊട്ടി എല്ലാതായി. അപ്പൊ എല്ലാരും കുട്ടികളൊക്കെ കരയാൻ തുടങ്ങി. പക്ഷെ എന്താന്നറിയില്ല, ഭഗവാന്റെ ആ യജ്ഞം കഴിഞ്ഞ് വന്നതുകൊണ്ട് ആ പുകയെല്ലാം ഏറ്റ വളരെ നല്ലതാണെന്നാണല്ലോ പറയാറ്. അത് ഒരു കവചം പോലെ ഞങ്ങളെ സംരക്ഷിച്ചു. ഒരു ചെറിയ മുറിവ് പോലെ ഒരാൾക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഭഗവാന്റെ ഒരു ബ്ലെസ്സിങ് അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാൻ വയ്യ. അത് തന്നെ ഭഗവാൻ ഞങ്ങളെ കാത്ത് രക്ഷിച്ചു എന്നേ ഉള്ളൂ. വണ്ടി കണ്ട ഒരാളും അതിൽ നിന്ന് ഒരാൾ കൂടെ രക്ഷപ്പെട്ടു എന്ന് പറയില്ല. അങ്ങനെ തകപിട്ട് പൊടിയായി, ബാക്കിലെ ചില്ലെല്ലാം പൊട്ടിയ ഒരു മുറിവ് പോലെ. ഈവൻ ഡ്രൈവർക്ക് കൂടെ ഒന്നും പറ്റിയില്ല. അത് ഭഗവാൻ അല്ലാതെ ആരാണ് കൂടെ വന്ന് എന്നെ രക്ഷിച്ചത്? എനിക്ക് വേറെ ഭയങ്കര പേടി. എങ്ങനെയാ ഇത് ഞാൻ അവർക്ക് ഇഷ്ടമല്ല, അത്രയൊന്നും ഇഷ്ടമല്ലാണ്ടല്ലേ ഞാൻ പോയത്, ഹസ്ബൻഡ് അച്ഛൻ. എന്നിട്ട് പക്ഷേ ആ അപകടത്തിൽ നിന്ന് ഭഗവാൻ എന്നെ രക്ഷിച്ചു, എന്റെ ഫാമിലിയെ രക്ഷിച്ചു. അത്രേ ഉള്ളൂ. ഭഗവാന്റെ ഒരു കടാക്ഷം എന്ന് പറയുന്നത് എനിക്ക് തീർത്താൽ തീരില്ല. അതാണ് ഒരു അനുഭവം. ഇനി ഒന്ന് എന്താന്ന് വെച്ചാൽ, ഒരു 1991 എനിക്കൊരു അസുഖം വന്നു. ഒരു പെട്ടെന്ന് എനിക്ക് ഇതുവരെ ഒരു പനി വന്നിട്ട് പോലും ഞാൻ കിടന്നിട്ടില്ല. അങ്ങനെയായിരുന്നു എന്റെ അങ്ങനെ ഒരു അസുഖമായിട്ട് ഞാൻ കിടന്നത് എനിക്ക് ഓർമ്മ തന്നെ ഇല്ല. കല്യാണത്തിന് മുൻപാ ഞാൻ പറയണത്. ഇവിടെ വന്ന ഒരു 91 അത് ഉണ്ടായിരുന്നത്. എനിക്ക് പെട്ടെന്ന് വയ്യാതെയായി. ഒരു ഭയങ്കര തലവേദന. പിന്നെ അന്നത്തെ ദിവസം അതെന്താ അറിയില്ല, അതൊരു ഡിസീസിന്റെ സിംറ്റംസ് കാണിച്ചതായിരിക്കാം. തല ചുറ്റല്. പിന്നെ എനിക്കെല്ലാം രണ്ടായിട്ട് കാണുക. ഒരു പാലെല്ലാം ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോ ഗ്ലാസ് ഇവിടെ വെച്ചാൽ ഞാൻ പാൽ ഒഴിക്കുന്നത് വേറെ താഴത്ത്. അങ്ങനെ എനിക്ക് വല്ലാത്തൊരു, അപ്പൊ ഹസ്ബൻഡൊക്കെ ഭയങ്കര എന്താ ഇങ്ങനെ ചെയ്യണേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ ഒരു സുഖമില്ല തോന്നുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി എനിക്ക് 2-3 പ്രാവശ്യം ഓർമ്മ പോയി വയ്യാതെയായിട്ട്. പിറ്റേ ദിവസം രാവിലെ പിന്നെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വളരെ വിഷമായിരുന്നു. ഹസ്ബൻഡിന്റെ വീട്ടിലും എന്റെ അച്ഛനും അമ്മയൊക്കെ വല്ലാത്ത സംഗതി. പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അത് ഞാൻ സേലത്താണ് അഡ്മിറ്റ് ചെയ്തത്. സേലാണ് ഞങ്ങൾക്ക് ഇവിടുന്ന്, ബാംഗ്ലൂരിനെക്കാട്ട് കുറച്ചും കൂടി അടുത്ത് സേലാണ്. സേല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ അപ്പൊ അവര് സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു ട്യൂബർകുലോമയാണ് എന്ന് പറഞ്ഞു. അതായത് ബ്രെയിനിൽ ഒരു ചെറിയ ഒരു നെല്ലിക്ക വലിപ്പത്തിലൊരു ഇതുണ്ട് എന്ന് പറഞ്ഞു. അത് സാരമില്ല, ട്രീറ്റ്മെന്റ് എടുക്കാം, മെഡിക്കേഷനിൽ മാറും, പേടിക്കാനില്ല പറഞ്ഞു. എന്തായാലും എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. പിന്നെ ഇങ്ങനെ ആയല്ലോ അവൾക്ക്. അങ്ങനെ കുട്ടികളാണെങ്കിലും വളരെ ചെറുത്. പക്ഷെ ജോയിന്റ് ഫാമിലി ആയതുകൊണ്ട്
എന്റെ കുട്ടികളെയൊക്കെ നോക്കാൻ എന്റെ ഹസ്ബൻഡ്, അനിയന്റെ വൈഫും പിന്നെ അമ്മയും അച്ഛനും അവരെ ഹസ്ബൻഡ് അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് അതൊന്നും അത്ര തോന്നിയില്ല. പിന്നെ എനിക്ക് അറിയില്ല, എനിക്ക് എന്റെ ഡിസീസിനെ കുറിച്ച് എനിക്ക് അത്ര സീരിയസ്നെസ്സേ ഇല്ല. ഞാൻ ഒരുവേള എന്റെ പ്രായം അതായതുകൊണ്ടായിരിക്കും എനിക്ക് അറിയില്ല അത്രയും എന്തൊക്കെയാണ്. പക്ഷെ ഹസ്ബൻഡിനെല്ലാം എല്ലാം അറിയുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. എന്നെ ഭയങ്കര കെയർ ചെയ്യുക എപ്പോഴും. അതെ, അവര് ചെറിയ കാര്യത്തിൽ കൂടെ വളരെ കെയർ ചെയ്യും. ഞാൻ വളരെ നിസ്സാരമായി എടുക്കുന്നത് കൂടെ എന്റെ ഹസ്ബൻഡ് വളരെ കെയർ ആയിട്ട് എന്നെ നോക്കും. ആ കാര്യത്തിലെല്ലാം വളരെ സപ്പോർട്ടീവാണ് എല്ലാ കാര്യത്തിലും. അങ്ങനെ 5 കൊല്ലം തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കാൻ പറഞ്ഞു. ഞാൻ മരുന്ന് കഴിച്ചു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, അപ്പൊ ഞങ്ങൾ വേറെ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാതെ വിചാരിച്ചാൽ ബാംഗ്ലൂരിലെ മണിപ്പാല ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അതേപോലെ തന്നെ സാരമില്ല, മെഡിക്കേഷൻ എടുത്താൽ മതി, 5 years കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കണം, ഒരു ദിവസം കൂടി മരുന്ന് വിടാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ നടുവിൽ എന്തെങ്കിലും വയ്യായിട്ടുണ്ടെങ്കിൽ സ്കാൻ എടുക്കാം, അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞിട്ട് സ്കാൻ എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഭയങ്കര സങ്കടമായി. അച്ഛനും അമ്മയൊക്കെ ഇതുപോലെ അപ്പോഴും സായിയാണല്ലോ എല്ലാ സ്വാമി എല്ലാം മാറ്റിത്തരും. അങ്ങനെ ഫോൺ വിളിക്കും. അന്നൊന്ന് STD വിളിച്ചിട്ടാണ്, മൊബൈലൊന്നും ഇല്ല. STD വിളിച്ചിട്ട് പാവ എനിക്കിപ്പോ ഓർമ്മ, അച്ഛനും അമ്മയൊക്കെ അന്ന് ഓടി എത്തി സേലത്ത് നട്ടപ്പാതിരയ്ക്ക് അന്ന് ഹോസ്പിറ്റലിലേക്ക് വിടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവര് കുറെ കഷ്ടപ്പെട്ടിട്ട് അവരന്ന് എനിക്കതൊന്നും മറക്കാൻ വയ്യപ്പോ കൂടെ അവര് വന്ന് കണ്ടു. അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ 5 കൊല്ലം കഴിഞ്ഞപ്പോ സ്കാൻ എടുക്കട്ടെ. അമ്മയ്ക്ക് ഭയങ്കര പേടി. അപ്പൊ അമ്മ അങ്ങനെ അവരെന്നും പ്രാർത്ഥന, അച്ഛനും അമ്മയും എല്ലാരും സഹോദരങ്ങളും എല്ലാവർക്കും അതെ, അവരെല്ലാ പ്രാർത്ഥനയും എല്ലാവർക്കും. അത് കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ വീട്ടിലും അങ്ങനെ തന്നെ. അത് കഴിഞ്ഞ് സ്കാൻ എടുക്കുന്നതിന്റെ കുറച്ച് മുന്നേ അമ്മ പറഞ്ഞു, ഒരു ദിവസം ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, അല്ല എന്താ അറിയില്ല, സ്വാമിയാണോ എന്താ അറിയില്ല, ഒരു ചുവന്നിട്ട് ഒരു വ്യക്തത എനിക്ക് അത്ര ഇല്ല, പക്ഷെ എന്തോന്ന് എടുത്തിട്ട് പോയി, നിന്റെ ബ്രെയിനിൽ എന്തോന്ന് ഒരു സാധനം എടുത്തിട്ട് പോയി സ്വാമി. അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു ഉറപ്പ്, അത് ഒന്നും ഉണ്ടാവില്ല, സ്കാനിൽ ഒന്നും ഉണ്ടാവില്ല. ഇനി സ്കാനിൽ ഉണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞിരുന്നു സർജറി ചെയ്യണം, അത് ഈ മെഡിക്കേഷനിൽ മരുന്ന് കഴിച്ച് മാറിയില്ലെങ്കിൽ സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ സ്കാൻ എടുത്തപ്പോ അത് വളരെ ക്ലീനാ. ഡോക്ടർ പറഞ്ഞു വളരെ ഇംപ്രൂവ്മെന്റ് ആണ്, ഇങ്ങനെ മരുന്ന് കഴിച്ചിട്ട് മാറുന്നത് വളരെ റെയർ കേസാണ്, വളരെ നല്ല നന്നായി, അതുകൊണ്ട് ഇനി ഒരു മരുന്നിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഒരു മരുന്ന് കൂടി നിങ്ങൾ ഇനി കണ്ടിന്യൂ ചെയ്യേണ്ട, അതെല്ലാം ഭഗവാന്റെ ഒരു കൃപ ആണല്ലോ. എല്ലാവരുടെ പ്രാർത്ഥന, കൂട്ടപ്രാർത്ഥനയ്ക്ക് ബലം ഉണ്ടല്ലോ, അതന്നെയാണ് എന്നെ അതിൽ നിന്നും രക്ഷിച്ചു. നീ സമയമുണ്ടോ അറിയില്ല, ഒന്നുകൂടി പറയട്ടെ. സായിറാം. സായിറാം. പിന്നെ അതുപോലെ ഇനിയൊരു ഇതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡിനെ വലിയ ഇതില്ല, അവര് എന്താ പറയാ, പക്ഷെ എന്നെ ഞാൻ കുട്ടികളൊക്കെ എക്സാം ഒക്കെ ആവുമ്പോ ഞാനിപ്പോഴും സായിറാം നോട്ടിൽ ലിഖിതച്ചപ്പോ എഴുതിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇവർക്ക് വല്ല കോഫിയോ എന്തോ വേണോ, അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോ എന്നോട് പറയും ഒന്നും വേണ്ട, നീ ചെയ്തോ, ഞാൻ നോക്കിക്കൊണ്ട് എന്റെ കാര്യം. അവർക്ക് ഞാൻ സ്വാമിയിൽ ചെയ്യുന്ന അവർക്ക് അതൊരു ശക്തിയാണ്. അവർക്ക് അന്നാളെ ഒരു ദിവസം എന്തോ നാട്ടില് തിരൂരില് നടക്കുമ്പോ എന്തോ ഇങ്ങനെ കാലുമ്പോ കൂടെ പോയി എന്റെ ഹസ്ബൻഡിന്റെ. അപ്പൊ അത് പാമ്പായിരുന്നു. അപ്പോ ആ സ്ഥലത്തൊക്കെ അങ്ങനെയുള്ള മഴക്കാലത്തൊക്കെ അപ്പൊ എനിക്ക് ആകെ ടോർച്ച് അടിച്ച് നോക്കിയപ്പോ പാമ്പ് പോകുന്നുണ്ട്. അപ്പൊ അവര് ആദ്യം വേഗം ഒരാൾ കൂടെ പോകുന്ന വഴിയിൽ ഒരാൾ വേഗം സ്കൂട്ടറിൽ കയറിക്കോളൂ, നമുക്ക് വേഗം അടുത്ത ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞപ്പോ അവർ ആദ്യം പറഞ്ഞത് സായിറാം എന്നാണ്. അത് അവരുടെ വായേന്ന് അവര് ആദ്യം പറഞ്ഞത് സായിറാം എന്നാണ്. അപ്പൊ അവര് ഉള്ളിൽ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ ഉള്ളിൽ എപ്പോഴും സായി ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പൊ ഒരു 2 കൊല്ലം മുന്നേ, ഞാൻ കല്യാണത്തിന് മുന്നേ അച്ഛനും അമ്മയുടെ കൂടെയൊക്കെ പുട്ടപ്പർത്തിയിൽ പോവാറുണ്ട്, വെച്ചാൽ അവരെ കൂടെ എപ്പോഴും പോകും. പക്ഷെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുട്ടപ്പർത്തിയിൽ വളരെ അപൂർവമായിട്ടേ പോയിട്ടുള്ളൂ. ആകെ ഒരു പ്രാവശ്യം മറ്റു പോയിട്ടുള്ള, അച്ഛന് എന്തോ ഒരു ഇതുണ്ടായിരുന്നു സർജറിക്ക്, അപ്പൊ ആ സമയത്താണ് ഞാൻ പോയത്. പിന്നെ ഞാൻ പോയിട്ടില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരുന്നു അച്ഛൻ കിടന്നിരുന്ന, യൂറിന്റെ ഇതിനെ ഹെർണിയായിട്ട് കിടന്നിരുന്നു. അപ്പൊ ഞാൻ പോയിരുന്നു. അല്ലാതെ ഞാൻ പോയിട്ടില്ല. എന്നെ കൊണ്ടുപോകാൻ ഇവർക്ക് സമയമില്ല. പിന്നെ ഞാൻ ആരോടും നിർബന്ധിക്കാറില്ല. എനിക്ക് പോവാൻ യോഗം ഉണ്ടെങ്കിൽ എനിക്ക് പോവാം, അത്രേ ഞാൻ വിചാരിക്കാറുള്ളൂ. 2 പ്രാവശ്യം ഷിർഡിയിലെ അച്ഛനമ്മേന്റെ കൂടെ നാട്ടിൽ പോയിട്ട് അവരുടെ കൂടെയാണ് ഞാൻ പോയത്. അങ്ങനെ ഇവിടെ വന്നപ്പോ 2 കൊല്ലം മുന്നേ എന്നോട് പറഞ്ഞു ഹസ്ബൻഡ്, നമുക്ക് പുട്ടപ്പർത്തിയിലൊന്ന് പോയാലോന്ന്. എനിക്ക് ഭയങ്കര മനസ്സിൽ ലഡു പൊട്ടി എന്നൊക്കെ പറയല്ലോ, അതുപോലത്തെ ഒരു അനുഭവമായിരുന്നു എനിക്ക്. ഇവരുടെ വായിന്ന് ഇങ്ങനെ വരുമോ, നമുക്ക് പുട്ടപ്പുറത്തേക്ക് ഒന്ന് പോയല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്താ പോവാലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ വെച്ചാല് എന്റെ മകന് ഒരു സ്ഥലം വാങ്ങിയിരുന്നു. അപ്പൊ അതിന്റെ രജിസ്ട്രേഷന് മുന്നേ ഇവർക്ക് ഇല്ലെങ്കിൽ ഇവർ ആദ്യം ഗുരുവായൂർ പോവാന്നാണ് എപ്പോഴും പറയാറ്. എന്തുണ്ടെങ്കിലും നമുക്ക് ഗുരുവായൂരാണ് വഴിപാട് എപ്പോഴും ആദ്യം കഴിക്കും. ഇത് ഇവര് പറയുന്നു ഗുരുവായൂരിലും കൂടി പറയാൻ നമുക്കൊന്ന് പുട്ടപ്പുറത്ത് പോയിട്ട് വരാൻ രജിസ്ട്രേഷന്റെ മുന്നേ.
അങ്ങനെ പറഞ്ഞു. എനിക്ക് എന്താന്നില്ലാത്തൊരാഗ്രഹം ഭഗവാന് കുറെ പേരെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുകയായിരിക്കും. എന്റെ മനസ്സിന് ഒരു സന്തോഷമാണല്ലോ അങ്ങനെയാകുമ്പോ. അങ്ങനെ ഞാൻ പോവാന്ന് വിചാരിച്ച ഞാനൊന്നും പറയാറില്ല, അവരെന്താ പറയണേ അതുപോലെ. അപ്പൊ എനിക്ക് അവിടെ പോയി 2 ദിവസമൊക്കെ നിന്ന് വരണം എന്നാണ് ആഗ്രഹം. എന്താ വെച്ചാൽ കുറെ സമാധി ആയതിനു ശേഷം ഞാൻ പുട്ടപ്പുറത്തേക്ക് പോയിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് 2 ദിവസമൊക്കെ അവിടെ നിൽക്കണം എന്നുണ്ട്. പക്ഷെ ഇവര് എന്നോട് പറഞ്ഞു, ഇന്ന് നമുക്ക് നാളെ പോവാ, മറ്റന്നാൾ തിരിച്ചു വരാം, കാറിൽ പോവാ, മറ്റന്നാൾ തിരിച്ചു വരാം. അപ്പൊ എനിക്ക് പറയണമെന്നുണ്ട് 2 ദിവസം കൂടെ നിൽക്കുക, എന്തിനാ എത്ര വേഗം പോണേ. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല. അപ്പൊ അതുപോലെ ഇവര് പോണേന് മുന്നേ ഓൺലൈനിലൊക്കെ റൂം ബുക്ക് ചെയ്യും. ഞാൻ പറഞ്ഞു പ്രശാന്തി നിലയത്തിന് ഉള്ളിലുള്ള റൂമിൽ നിൽക്കാം നമുക്ക്. അപ്പൊ പറഞ്ഞു ഇല്ല, ഒക്കെ ഓൺലൈനിൽ ബുക്ക്, എല്ലാവരും അഡ്വാൻസ്ഡ് എല്ലാ കാര്യത്തിലും. ശരി, അങ്ങനെങ്കിൽ അങ്ങനെ പോയി. അവിടെ പോയപ്പോ ഞാൻ അന്ന് റൂം എടുത്ത് താമസിച്ച് പുറത്ത്. പിറ്റേ ദിവസം ഞാൻ രാത്രി കിടക്കുമ്പോഴേ പറഞ്ഞു, ഞാൻ നാളെ രാവിലെ പോവും, ഇനി എന്തായാലും എനിക്ക് ഓങ്കാര സുപ്രഭാതം, ഞാൻ പ്രാർത്ഥനാ ഹാളിന്റെ ഉള്ളില് ഞാൻ പോയിട്ട് എത്രയോ കൊല്ലങ്ങളായി, കല്യാണത്തിന് മുന്നേ പോയതാണ്. ഇപ്പൊ എന്റെ കുട്ടികളെന്നെ കല്യാണം കഴിഞ്ഞ് അവർക്ക് കുട്ടികളായി. അപ്പൊ എത്ര കൊല്ലം മുന്നേ ആയിരിക്കും അത്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു, അത്ര നേരത്തെയൊക്കെ പോണോ, ഒക്കെ എങ്ങനെയാ, നീ തനിയെ അത്ര സേഫ് അല്ല, നമുക്കൊരു 5:30 ആകുമ്പോ പോവാന്ന്. ഞാൻ പറഞ്ഞു അതൊന്നും പറ്റില്ല, പുട്ടപ്പുറത്തൊക്കെ വളരെ സേഫാണ്, ഇന്നൊന്നും വേണ്ടാന്ന് പറയരുത്. ഞാൻ അലാറം എല്ലാം വെച്ചിട്ട് അതിന് മുന്നേ പോകും. അപ്പൊ എന്നെ കൊണ്ടിയാക്കി. അവര് കുളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കുളിച്ചിട്ട് വരാം, ഞാൻ നേരത്തെ നീറ്റെല്ലാം കുളിച്ചിട്ട് ഗേറ്റ് വരെ കൊണ്ടാക്കി, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഗേറ്റ് വരെ കൊണ്ടാക്കിയിട്ട് അവര് തിരിച്ചു പോന്നു. അപ്പൊ ഞാൻ പറഞ്ഞു മൊബൈൽ എടുക്കാൻ പറ്റില്ല, എന്തിനാ. അപ്പൊ പറഞ്ഞു നീ തനിയല്ലേ പോണത്, എന്തെങ്കിലും ആവശ്യം ഉണ്ടായില്ലെന്ന്. അങ്ങനെ മൊബൈലും കയ്യിൽ വെച്ചു. മൊബൈൽ കയ്യിൽ വെച്ച് അവിടെ ക്യൂല് ഇരിക്കുമ്പോ എനിക്ക് അപ്പോഴേ അറിയാം മൊബൈലിൽ പറ്റും. ഇപ്പൊ ഞാൻ എന്താ വിചാരിച്ചു, മൊബൈൽ കൺട്രോൾ അവിടെ റൂമിൽ വെക്കാലോ, ലേഡീസിന് വേറെ ജെന്റ്സിന് വേറെ മൊബൈൽ. അങ്ങനെ അവിടെ ചെന്നിരുന്നപ്പോ അവിടെ സഹോദരൻ പറഞ്ഞു മൊബൈലെല്ലാം കയ്യിൽ വെക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഞാനത് റൂമിൽ കൊണ്ടു കൊടുക്കാൻ. അപ്പൊ പറഞ്ഞു റൂമൊന്നും ഈ നേരത്തെ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞു. അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാ. അപ്പൊ പറഞ്ഞു വേഗം റൂമിൽ കൊണ്ടുവച്ചാൽ, ഇവിടെ ഈ പ്രശാന്ത് നിലയത്തിന് ഉള്ളിലാണ് റൂം വെച്ചത്, അല്ലെ. ഞാൻ പറഞ്ഞു പുറത്തെ റൂം എടുത്ത് എന്നാ വേഗം കൊണ്ടുവച്ചിട്ട് വരുവാ. അയ്യോ അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ എന്റെ സീറ്റ് പോവില്ലേ, ഞാൻ ഇത്ര ഓടി പിടിച്ച് വന്ന് ക്യൂവിൽ ഇരുന്നിട്ട് ഇനി എങ്ങനെ എനിക്ക് ഇനി ഞാൻ ലേറ്റ് ആയിട്ട് വന്നാല് ലേറ്റ് ആവില്ല, ആ ക്യൂവിലല്ലേ പോണി, അവിടെ പോയി വരണ്ടേന്ന്. ശരി, ഞാൻ സ്ഥലം പിടിക്കാൻ ആ സേവകൾ എന്റെ അടുത്ത് ഇവിടെ തന്നെ ഇരിക്കാൻ ഞാൻ സ്ഥലം തരാമോ. അങ്ങനെ ഞാൻ പോയിട്ട് ഗേറ്റിന് എടുത്തുമ്പോ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്റെ ആകെ ബേജാറായിട്ട് കണ്ടിട്ട് എന്നോട് ചോദിച്ചു എങ്ങോട്ടാ പോണം. അപ്പൊ ഞാൻ പറഞ്ഞു ഈ മൊബൈലൊന്നും വെക്കേണ്ടിയിരുന്നു, ഇപ്പൊ റൂമാണെങ്കിൽ അപ്പുറത്തേക്ക് കുറച്ച് ദൂരം നടന്നു പോണം പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്നാ ശരി എനിക്ക് തരൂ മൊബൈൽ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് കൊടുത്തു. എനിക്ക് എന്റെ മനസ്സിൽ പ്രാർത്ഥനാ ഹാളിന്റെ ഉള്ളിൽ ഓങ്കാര സുപ്രഭാതത്തിന് എനിക്ക് അറ്റൻഡ് ചെയ്യണം, അവിടെ മന്ദിരത്തിനുള്ളിൽ എനിക്ക് ഇരിക്കണം, കുൽബന്ത് ഹാളിലല്ല, അതിന്റെ ഉള്ളില് പ്രാർത്ഥനാ ഹാളിന്. അങ്ങനെ എന്റെ മനസ്സിൽ ആ ഒരൊറ്റ വിചാരമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ മൊബൈൽ കൊടുത്തു. മൊബൈൽ കൊടുത്തിട്ട് ആളെ പേര് ചോദിച്ചില്ല, മൊബൈൽ എന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇതിങ്ങിട്ട് പോയി കിട്ടിയാൽ മതി, എന്റെ മൊബൈൽ ഇതൊരു ഭാരമായിട്ട് എനിക്ക് തോന്നി. ഞാൻ അത് കൊടുത്തിട്ട് ഞാൻ വേഗം പോയി സീറ്റ് പിടിച്ചിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവിടെ എത്തി ഉള്ളിലേക്ക് പിടിച്ചു, എനിക്ക് നേരായിട്ട് മുമ്പിൽ സീറ്റ് കിട്ടി. എനിക്ക് അങ്ങനെ സന്തോഷം. ഓങ്കാരം സുപ്രഭാതം എല്ലാം കഴിഞ്ഞ് നഗരസങ്കീർത്തനം കഴിഞ്ഞു. ഇങ്ങനെ വന്നിട്ട് ഞാൻ അവിടെ വന്ന് മൊബൈൽ ചോദിക്കും. അപ്പോഴാണ് എനിക്ക് മൊബൈലിന്റെ ഓർമ്മ. എന്നിട്ട് മൊബൈൽ ചോദിക്കണ്ടേന്ന് വിചാരിച്ചാൽ അവിടെ വന്ന് മൊബൈൽ ചോദിച്ചപ്പോ അവിടെ ഞാൻ കൊടുത്ത ആളെ എനിക്ക് അയാളുടെ മുഖം കൂടി ശരിക്കും ഓർമ്മയില്ല. ഞാൻ ആലോചിച്ച് നോക്കി, ഞാൻ എന്തൊരു പൊട്ടത്തിയ, ഞാൻ പേര് ചോദിച്ചില്ല, ഒന്നും അയാളുടെ നമ്പർ വാങ്ങി വെച്ചില്ല, ഒന്നും ചെയ്തില്ല ഞാൻ. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ വേറെ ഞാൻ ഇല്ല കാണാത്ത വേറെ ഏതൊക്കെയോ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അവര് ചോദിച്ചു എന്താ ഇംഗ്ലീഷിലെ ചോദിച്ചത്. അപ്പൊ എന്താ വേണ്ടത്, വാട്ട് യു വാണ്ട്, വൈ ആർ യു സ്റ്റാൻഡിങ് ഹിയർ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു എന്റെ മൊബൈൽ ഇങ്ങനെ ഞാൻ ഇവിടെ ഒരാളുടെ അടുത്ത് കൊടുത്തു. അപ്പൊ എനിക്ക് തന്നെ എന്നോട് ഷെയിമായോ, അവരെങ്ങനെ ചോദിക്കില്ല ആരടുത്താ കൊടുത്തത്, എന്താ പേര്, അവരെങ്ങാനും ചോദിക്കോ, ഞാൻ എന്ത് മറുപടി പറയാന്ന് വിചാരിച്ച് നിൽക്കുമ്പോ അവര് പറഞ്ഞു 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ഏതോ ആൾക്കാരാണ്, ഒരു 2-3 ആൾക്കാർ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട ആൾക്കാർ, ആ പ്രശാന്തി നിലയത്തിന് മുന്നിൽ ആ എൻട്രൻസിലെ ഗേറ്റിന്റെ അവിടെ. അവര് ഉള്ളിൽ പോയിട്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് എടുത്തിട്ട് ഇതാണ് മൊബൈൽ എന്ന് വിളിച്ചു. അപ്പൊ അതായിരുന്നു എന്റെ മൊബൈല്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതന്നെ മൊബൈല്, താങ്ക് യു സൈറാം പറഞ്ഞിട്ട് പോന്നു. വേറെ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചില്ല. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ആ ആൽമരത്തിൽ വിനായകർ ഇത് പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മൊബൈൽ ആദ്യം കൊടുത്ത അയാൾ വന്നു. വളരെ ഷോർട്ടായിട്ടുള്ള ഒരാളാണ്. വന്നിട്ട് മൊബൈൽ കിട്ടിയോന്ന് ചോദിച്ചു എന്നടുത്ത്. യു ഗെറ്റ് യുവർ മൊബൈൽ എന്ന് ചോദിച്ചു. യെസ് താങ്ക് യു സൈറാം, വളരെ നന്ദിയുണ്ട്, എനിക്ക് അതുകൊണ്ട് എനിക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി, വളരെ നന്ദിയുണ്ട് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല, പുഞ്ചിരിച്ചിട്ട് പോയി.
അത് സ്വാമി ആയിരിക്കുമോ, വളരെ സ്വാമിയെ പോലത്തെ ഷോർട്ട്, അത് സ്വാമി തന്നെ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ തന്നെ ആവട്ടെ, എന്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. അത് സ്വാമി തന്നെ ആയിരിക്കട്ടെ. ഇനി ഒന്നുകൂടി പറയാം സൈറാം. ഞാൻ മഞ്ചേരിയിലാണെന്ന് പറഞ്ഞല്ലോ. ഒരു ദിവസം അച്ഛന്റെ കൂടെ അവിടെ ചെന്നപ്പോ അച്ഛന് മഞ്ചേരി സമിതിയിലെ കൺവീനർ അന്ന് രാജുവാണ്. അപ്പൊ അച്ഛൻ എന്നെ അവിടെ കൊണ്ടുപോകണം എന്ന് വലിയ ആഗ്രഹം അവരുടെ വീട്ടില്. അങ്ങനെ എന്നെ അവിടെ കൊണ്ടുപോയി. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് അവര് കുറെ അനുഭവങ്ങൾ ഉണ്ട് ആ രാജുവിന്. അങ്ങനെ അവരെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു, വീടെല്ലാം ചുറ്റി കാണിച്ചു, പൂജാ റൂം. അങ്ങനെ ഒരു ഹോർലിക്സ് ബോട്ടിൽ കാണിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇതൊക്കെ സ്വാമിന്റെ ഫോട്ടോ എന്ന് വന്ന തേനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് കുറെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കണം, ഞാൻ സമിതിയിൽ എല്ലാവർക്കും കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി, അയ്യോ അതൊന്നും ഒരു തുള്ളി എനിക്കൊന്നും തരായിരുന്നില്ല, എന്താ തരാത്തത്? എനിക്ക് ഇങ്ങനെ എന്റെ മനസ്സിൽ ഇതന്നെ. പക്ഷെ ഞാൻ ചോദിച്ചാൽ അവര് തരും, പക്ഷെ എനിക്ക് ചോദിക്കാൻ മടി. ഞാൻ വിചാരിക്കും ചോദിക്കാതെ എന്തുകൊണ്ട് ഇത്രയും നല്ല മനുഷ്യരാണ്, വളരെ നല്ല സ്വഭാവം, ഹെൽപ്പിംഗ് മെന്റാലിറ്റി എല്ലാം, എന്തുകൊണ്ട് എനിക്ക് രാജു എന്താ എനിക്ക് തരാത്തെന്ന് എന്റെ മനസ്സിൽ ഇതന്നെ. അങ്ങനെ വീടൊക്കെ കണ്ട് ചുറ്റി കണ്ട് ചായയൊക്കെ കുടിച്ച് വരുമ്പോ കാറിൽ കയറിയപ്പോ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്താ എനിക്ക് ആ തേന എനിക്ക് കുറച്ച് കിട്ടണം എന്ന് അനക്ക് ചോദിച്ചുകൂടായിരുന്നില്ലേ എന്ന് ചോദിച്ചു അച്ഛൻ. അത് എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല, എന്തോ സ്വാമിയായിട്ട് എനിക്ക് അത് ചോദിപ്പിച്ച് എനിക്ക് തരണ്ടായിരുന്നു. അങ്ങനെ എന്റെ മനസ്സിൽ അതന്നെ, എനിക്ക് അതൊന്ന് കിട്ടണ്ടിയിരുന്നു. പിന്നെ എനിക്ക് തോന്നി അച്ഛൻ പറഞ്ഞ മാതിരി ചോദിച്ചാൽ മതിയായിരുന്നു, എന്തിനാ വെറുതെ ചോദിക്കാതെ വിട്ടതെന്ന്. അങ്ങനെ വീട്ടിൽ വന്ന ഉടനെ ഞാൻ അമ്മയുടെ അടുത്ത് ഓടി, അമ്മ അടുക്കളയില്ല, അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു, വീടൊക്കെ പോയി കണ്ട് നല്ല വീട്. അങ്ങനെ അവർ ചായക്ക് കുറിച്ചു. പക്ഷെ അവര് ആ തേനമ്മക്ക് അമ്മ ആ സമിതിയിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്കൊക്കെ തന്നിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വേണമെന്നുണ്ടായിരുന്നു, എനിക്ക് ഒരു 500 തുള്ളി ഒരു സ്പൂൺ എടുത്ത് എനിക്ക് ഒരു തേൻ തന്നിന്ന് ഞാൻ എത്ര സന്തോഷപ്പെട്ടിരുന്നു, എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ സാരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ അച്ഛനൊരു ഫോണ്, ആ രാജു വിളിക്കാണ്. രാജു വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഈ മീന ചേച്ചി തന്നെ മീന ചേച്ചി വന്നപ്പോ എനിക്ക് ആ തേന് ഞാൻ കൊടുത്തില്ലല്ലോ, എനിക്ക് നിങ്ങൾ പോയതിന് ശേഷം സ്വാമി പറയത്ര, എന്തുകൊണ്ട് അത് കൊടുത്തില്ല നീ ആ കുട്ടിക്ക്, എന്തുകൊണ്ട് കൊടുത്തില്ല, ഇങ്ങനെ ചോദിക്കത്ര സ്വാമി. അങ്ങനെ ചോദിക്കേണ്ടി പറഞ്ഞിട്ട് അവര് പറയാണ്, ഗേറ്റിന്റെ മുന്നിൽ എത്തിക്കണം. അവര് കാറിൽ വന്നിട്ട് ആ തേന് ഒരു ബോട്ടിലല്ല ഒരു സ്റ്റീലിന്റെ ഒരു കിണ്ണത്തില് ആക്കിയിട്ട് വന്നിട്ട് പറയാണ്, ഞാന് ജോലിക്ക് പോവുകയാണ്. അപ്പൊ ഞാന് നമ്മുടെ വീട്ടിന്റെ മുന്നിൽ കൂടിയാ പോണത്. അപ്പൊ കാറ് നിർത്തിയിട്ട് അച്ഛനെ വിളിച്ചേക്ക്, ഒന്ന് ഗേറ്റിന്റെ അടുത്തേക്ക് വരുമോ, ഇത് മീന ചേച്ചിക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊടുക്കാൻ വേണ്ടി തന്ന. ഞാനിത് അമ്മേനോട് പറഞ്ഞ് അവിടെ ഇരുന്നിട്ടേ ഉള്ളൂ. അച്ഛൻ ഓടി വന്നത് രാജു കൊണ്ട് വിളിക്കണേ, ഞാൻ എന്താന്ന് പോയി നോക്കട്ടെ. ഇതുപോലെ അങ്ങനെ തന്നിട്ട് ആ കിണ്ണം തന്നിട്ട് പറഞ്ഞു, രാജു പറഞ്ഞു, ആ പാത്രത്തോടെ മീന ചേച്ചിനോട് പറഞ്ഞു കൃഷ്ണഗിരിക്ക് കൊണ്ടുപോയിക്കോട്ടെ, മീന ചേച്ചിക്ക് കൊടുത്തോളൂ, ഇത് സ്വാമി പറഞ്ഞു അത്ര, അത് ആ കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പൊ എന്റെ മനസ്സിലുള്ള സ്വാമി അപ്പൊ അത് എനിക്ക് തന്നില്ലേ, സ്വാമി അവരെ കൊണ്ട് അത് അങ്ങനെ തോന്നിപ്പിച്ച് എനിക്ക് തന്നല്ലോ. ഞാനത് അതേമാതിരി അമ്മയ്ക്ക് കൊടുത്ത. അമ്മ പറഞ്ഞു, വേണ്ട ഞങ്ങളൊക്കെ കഴിച്ചതാണ്, നീ കൊണ്ടുപോയിക്കോ കൃഷ്ണ. ഇന്നും എന്റെ പൂജാമുറിയിൽ ആ തേൻ ഇരിക്കട്ടെ. ഞാൻ 2-3 പേർക്ക് വലിയ അസുഖമാണെന്നൊക്കെ പറഞ്ഞപ്പോ ഇവിടെ എന്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്കൊക്കെ ഞാൻ അതിന് തേന് കുറച്ചെടുത്ത് കൊടുത്തിരുന്നു. ഇതൊക്കെയാണ് എന്റെ അനുഭവം. ഞാൻ ഈ പറഞ്ഞതൊക്കെ സ്വാമിയുടെ പാദങ്ങളിൽ അർപ്പിക്കുന്നു. സായിരാം. దివ్యాత్మ స్వరూపులారా, embodiments of divine Atma. ఈనాడు సప్తాహము సమాప్తి అయినది. Today, Saptaha has come to a close. సప్తాహం అనగా ఏమిటి? What do you mean by Saptaha? మన యందున్నటువంటి సప్తధ్వనులు భగవంతునికి అర్పితం గావించడమే. ఇది సంప్రాప్తి అనగా ఏంటి, సమాప్తి అనగా బ్రహ్మ ప్రాప్తి అని దీని అర్థము. That means to say that all the 7 types of sound which you have must be offered to God. బ్రహ్మ ప్రాప్తిని గావించుకునే నిమిత్తమే సప్తాహం అనేటువంటి ఒక వ్రతమును మనం ఆచరిస్తున్నాము. In order to attain Brahma, this Saptaha is undertaken. 7 దినములు 7 క్షణములుగా గడిచిపోయినది. 7 days have passed like 7 moments. దీనికి కారణం ఏమిటి? What is the reason? కాలాతీతమైనటువంటి భగవత్ చింతన చేతను, కాలాతీతమైనటువంటి భగవత్ కార్యముల చేతను మన కాలమును గడపడం చేత అది కూడా మన కాలాతీతంగానే కనిపిస్తుండాలి. It is because that we have spent the time in remembering the transcendental Lord and doing the work. కనుక కాలాతీతమైనటువంటి దైవత్వాన్ని నిరంతరము స్మరించుకుంటే కాలమే మనకు ఏమాత్రం కూడా భారం కాదు. Therefore, if you constantly remember and chant the name of the Lord who is transcendental, కాలకాల ప్రపన్నానాం కాలాకిమ్న కరిష్యతి అని కాలమును జయించినటువంటి ఒక కారుణ్ణి
మనము హృదయములో నిలబెట్టుకున్నప్పుడు మనము కూడాను కాలస్వరూపుడే అయిపోతాము. If we can establish Lord who transcends the time, we will get all దీనిని the benefits. పురస్కరించుకొని ఏ వేదములు బ్రహ్మవిత్ బ్రహ్మైవ భవతి, It is in this context దేనిని గుర్తించినారో వారు దాని స్వరూపాన్ని పొందిపోతారన్నారు. Vedas have declared that the person becomes that object which he recognizes. മീന ഒരു ഭജന പാടിക്കോളൂ. സായിരാം. ശേഷശൈലവാസ നാരായണ, ശേഷശൈലവാസ നാരായണ, ഭക്തപാരിജാത നാരായണ, ഭക്തപാരിജാത നാരായണ, ശേഷശൈലവാസ നാരായണ, സർവജീവവാസ നാരായണ, സർവജീവവാസ നാരായണ, സമഗാനലോല നാരായണ, സമഗാനലോല നാരായണ, സത്യസായി രൂപ നാരായണ, സത്യസായി രൂപ നാരായണ, ശ്രീ സത്യസായി രൂപ നാരായണ, ശ്രീ സത്യസായി രൂപ നാരായണ, ശേഷശൈലവാസ നാരായണ, ഭക്തപാരിജാത നാരായണ, ശേഷശൈലവാസ നാരായണ, സർവജീവവാസ നാരായണ, സമഗാനലോല നാരായണ, സത്യസായി രൂപ നാരായണ, ശ്രീ സത്യസായി രൂപ നാരായണ, ശ്രീ സത്യസായി രൂപ നാരായണ, ശേഷശൈലവാസ നാരായണ. മീന സായിറാം. ഹൈ വളരെ നന്നായിട്ട് പാടിട്ടോ. സായിരാം. സായിരാം. എല്ലാം ഭഗവാന്റെ ബ്ലെസ്സിങ് മാത്രാണ്. സായിരാം. സായി ഉപമ. സ്ലോ ആൻഡ് സ്റ്റഡി, സാവകാശം സ്ഥിരതയോടെ എന്നതാകട്ടെ നിങ്ങളുടെ ആശയം. ഒരു സമയക്രമ പട്ടിക, അതായത് ടൈം ടേബിൾ അനുസരിച്ച് കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് മരുന്ന് നൽകുന്ന ഡോക്ടർ കൃത്യമായ അളവിൽ കഴിക്കുവാൻ നിങ്ങളോട് പറയുന്നു. കൂടിയാൽ അപകടകരവും കുറഞ്ഞാൽ നിഷ്പ്രയോജനവും ആകും. അതുപോലെ ആത്മീയ സാധനയ്ക്ക് ക്രമമായ സമയനിഷ്ഠ പുലർത്തുക. അത് കൂടുതലാകാതെയും കുറയാതെയും ശ്രദ്ധിക്കുക. മരുന്ന് കഴിക്കേണ്ട സമയം ഡോക്ടർ നൽകുന്നത് പോലെ ജപധ്യാനങ്ങളും കൃത്യസമയത്ത് തന്നെ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ജയ സായിറാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.
जय बोलो भगवान श्री सत्य साई बाबा जी की जय।